ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോയുടെ ഗ്ലാമർ വണ്ടി. പഴയ മോഡൽ ഗ്ലാമറാണ്. അത് ജനറൽ സർവീസും അതേപോലെ ചെയിൻ സ്പോക്കറ്റ്, അതിൻ്റെ ബോഡി കവറുകൾ 1-2 പൊട്ടിയിട്ടുണ്ട്. വൈസർ, അതേപോലെ സ്പീഡോമീറ്റർ, മെക്കാനിസം ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും സർവീസ് ചെയ്യാനൊക്കെ വേണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിലവിൽ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ചെയിനിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു പോകും. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് പുതിയ ലൈനറാണ്. പക്ഷേ കമ്പനി ലൈനറൊന്നുമല്ല, ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അത്യാവശ്യം കുഴപ്പമില്ല. കാരണം ഞാൻ ഈ ലൈനറിൻ്റെ ഈ ഭാഗമൊക്കെ ഹബിനകത്തൊന്നും കറക്റ്റായിട്ട് പിടിക്കണില്ല. ഈ ഭാഗം ഉണ്ടാവും, ഇത്രയും ഭാഗം പിടിക്കണില്ല. ഒരച്ചിൽ വന്നാണ് ഭാഗം കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡും ഇത്രയും പിടിക്കണില്ല കേട്ടോ. അത് ഈ കുറഞ്ഞ ലൈനർ വരുമ്പോഴുള്ള പ്രോബ്ലമാണ്. അത് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് പിടിക്കില്ല. ബ്രേക്ക് ഒരു ചതഞ്ഞ പോലത്തെ ഒരു ഫീലായിരിക്കും. എന്തായാലും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചേക്കാനാണ്. പരമാവധി ഉപയോഗിച്ചതിന് ശേഷം ഇത് മാറ്റിയിടുമ്പോൾ ഒറിജിനൽ സാധനം മേടിച്ചിടാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിനകത്ത് പൊടി കൂടുതലായിരിക്കും. നമ്മൾ ഈ ആസ്പെറ്റോസ് പീസാണ് ഈ വന്നത്. അത് ഏത് ലൈനറിനും വന്നത് മോഡൽ സെയിം തന്നെയാണ്. അതിൻ്റെ ക്വാളിറ്റിയിലാണ് വേരിയേഷൻ വന്നത്. ഇതിന് പൊടി കൂടുതലായിരിക്കും. അത് ഹബിൽ കിടക്കും. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ വലിയ വണ്ടി ബ്രേക്കിൽ ചവിട്ടുന്ന ഒരു അതേ ഫീലായിരിക്കും. ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ തൽക്കാലം അത് ഉപയോഗിച്ച് തീർക്കാം. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തൊക്കെ നമ്മൾ ഇട്ടേക്കാം. അതിനുശേഷം നെക്സ്റ്റ് സർവീസിൽ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ലൈനർ മാറുന്ന സമയത്ത് അത് മാറ്റിക്കളയാം കേട്ടോ. പിന്നെ ബാക്ക് ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ചെയിൻ മാറുന്ന ദിവസമാണ് പറഞ്ഞേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. അതേപോലെ വീലിൻ്റെ ബാക്കിലിൻ്റെ ഈ ഡാംബർ റബ്ബറും കൂടി നമുക്ക് മാറ്റിയിടണം. അതൊക്കെ പൊട്ടി കിടക്കാണ്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ റിയർ കൗൾ പീസ് അത് മാക്സിമം പൊട്ടിയിട്ട് സ്ക്രൂ ഒക്കെ വെച്ച് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചാനാണ്. അപ്പോൾ അത് മാറ്റണ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫുൾ പീസ് 4 പീസായിട്ടാണ് നമുക്കത് മാറ്റണേ. അതായത് ഈ സൈഡിൽ റൈറ്റ് ലെഫ്റ്റ് അടിയിലെ മുകളിൽ അങ്ങനെ 4 പീസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ അഴിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, എയർ ഫിൽറ്ററൊക്കെ എനിക്ക് തോന്നുന്നു മാറ്റിയിട്ട് വർഷങ്ങളെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ ഈ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ വെച്ച് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മൈലേജൊക്കെ വളരെ ഷോർട്ടായിട്ടുണ്ടാവും. ഈ എയർ ഫിൽറ്റർ കറക്റ്റ് സമയത്ത് മാറ്റിയില്ലെങ്കിൽ സംഭവിക്കണ ഒരു കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് എയർ ബ്ലോക്ക് വരുന്നാലും നമ്മുടെ ആക്സിലേറ്റർ നമ്മൾ പവർ ആവശ്യപ്പെട്ട് ആക്സിലേറ്റർ കൊടുക്കും. ആ സമയത്ത് കൂടുതൽ പെട്രോൾ വലിച്ചിറങ്ങുന്നത് ഹെഡിനകത്തേക്ക് പെട്രോൾ ഇറങ്ങുന്നത് കാർബറേറ്ററിൽ നിന്ന് കൂടുതൽ പെട്രോൾ വലിച്ചിറങ്ങും. അത് ഫുൾ കത്തിക്കാനുള്ള ടൈമിങ് അവിടെ കിട്ടില്ല. അതേപോലെ തന്നെ ആ ഇഗ്നീഷനും അത്രയും പവർ അവിടെ കിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും കുറേ വേസ്റ്റ് പോകും. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കത്താതെ ശേഷിക്കും കുറേ കേസ്. പിന്നെ കരി കൂടുതലായിരിക്കും. എയർ കിട്ടാതെ വരുമ്പോൾ കറക്റ്റ് കാൽക്കുലേഷനിൽ എയർ ചെല്ലാതെ വരുമ്പോൾ കരിയുടെ അളവ് കൂടും. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് ഈ എയർ ഫിൽറ്ററുമായി ബന്ധപ്പെട്ട് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളത് എയർ ഫിൽറ്റർ മാറ്റിയിടുന്നുണ്ട്. ശരിക്കും യെല്ലോ കളറാണ് ഫിൽറ്ററിൻ്റെ. അതിപ്പോൾ പൊടി പിടിച്ച് ഇങ്ങനത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിയണമെന്നുള്ളൂ. എയർ ഫിൽറ്റർ ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടാലും 10,000 കിലോമീറ്ററാണ് അതിൻ്റെ ലൈഫുള്ളൂ. പേപ്പർ ടൈപ്പ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ 10,000 കിലോമീറ്റർ ആകുമ്പോൾ എടുത്ത് മാറ്റി പുതിയതിടാം. എയർ ഫിൽറ്ററും പ്ലഗുമാണ് ഒരുമിച്ച് മാറ്റേണ്ട. കാർബറേറ്റർ മോഡൽ വണ്ടി കാർബറേറ്ററും കൂട്ടത്തിൽ ക്ലീൻ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റുകളാണിത്. നമ്മൾ പെട്രോൾ അടിച്ച് മൈലേജ് വെറുതെ ഇല്ലാതെ ഓടിച്ച് പെട്രോൾ അടിച്ച് നമ്മൾ പൈസ കളയുക, അതൊന്ന്. പിന്നെ എന്താ വെച്ചാൽ എൻജിൻ സംബന്ധമായിട്ടുള്ള റിപ്പയറിങ്ങിൻ്റെ ഒക്കെ പെട്ടെന്ന് അതിനുള്ള സാധ്യതകൾ നിലവിൽ വരും. പിന്നെ അതേപോലെ നമ്മൾ കാർബറേറ്ററും കൂടി അഴിച്ചിട്ടുണ്ട്. കാർബറേറ്റർ അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. സ്ലോ ജെറ്റിൻ്റെ ഒക്കെ എന്ന് പറയുക കറക്റ്റ് ഒരു മുടിനാരൊക്കെ പോകാമെന്ന് കണ്ടിട്ടുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഹോളാണ്. അതൊക്കെ ബ്ലോക്കായി പോയി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മെയിൻ ജെറ്റികൾ തന്നെ ഫുൾ വലിച്ചു കയറ്റും. അപ്പോൾ പെട്രോൾ എടുക്കുമ്പോൾ സംഭവിക്കുക ഒന്ന് കറക്റ്റ് ബേണിങ് നടക്കില്ല, കൂടുതൽ പെട്രോളായിരിക്കും ചെല്ലാം, മൈലേജ് ഷോട്ട്, അങ്ങനെ കുറേ പ്രോബ്ലംസ് അതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററും മാറ്റണുണ്ട്, പ്ലഗ് മാറ്റിയിടുന്നുണ്ട്. അതേപോലെ കാർബറേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്ലീനർ വെച്ച് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ അഴിച്ചിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്കപ്പിൻ്റെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ, എഞ്ചിൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ലീക്കാണ്. ഇവിടെ നിന്ന് ന്യൂട്രൽ സ്വിച്ചിൻ്റെ ഈ ഭാഗത്തു നിന്ന് ലീക്കുണ്ട്. ഈ ഗ്യാസ്കറ്റ് ഈ സൈഡിൽ ലീക്ക് വന്നിട്ടുണ്ട്. അടിയിൽ നോക്കുമ്പോഴും അടിയിലും കാണാം അത്യാവശ്യം ലീക്കേജ് ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഓയിലും കൂടി ഒന്ന് ഫില്ല് ചെയ്തിടാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും മീറ്റർ അസംബ്ലി പുതിയതാണ് വയ്ക്കുക. അപ്പോൾ അവിടെ തുടങ്ങി നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി നമുക്ക് വണ്ടിയുടെ മാക്സിമം കറക്റ്റ് പെർഫോമൻസ് നമുക്ക് പുറത്തെടുക്കാൻ കിട്ടും. മെയിൻ്റനൻസിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ബാക്കിലത്തെ ഈ കവറിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ സൈഡ് കവർ, അതിൻ്റെ മെയിൻ സൈഡ് കവർ വരുമ്പോഴത്തേക്കും ഈ ലെഫ്റ്റ് സൈഡിലെ സൈഡ് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അത് തൽക്കാലം നമുക്ക് വേണമെങ്കിൽ ഒന്ന് പാച്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് ഒട്ടിച്ച് വലിയ ഇതില്ലാത്ത രീതിയിൽ ഇടാം. സൈഡ് കവർ ആയതുകൊണ്ട് അത്രയും പ്രോബ്ലം വന്നില്ല. പിന്നെ ചേസിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതൊക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട്. പിന്നെ അതിവിടെ ടാങ്ക് പിടിപ്പിക്കുന്ന ഇവിടുത്തെ ഈ ഭാഗമൊക്കെ തുരുമ്പിട്ട് വിട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. അതേപോലെ തന്നെ ഈ കണ്ടീഷനിൽ തന്നെ ഫുള്ളായിട്ട് അഴിച്ചിട്ടേ നമ്മൾ വല്ലപ്പോഴേക്കൊക്കെയാണ് അഴിക്കുള്ളൂ.
ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം തുരുമ്പോ കാര്യങ്ങളുള്ള ഭാഗങ്ങൾ കൈയോടെ ടച്ച് ചെയ്ത് പോയാൽ നന്നായിരിക്കും. കാരണം ഈ ചേസിൻ്റെ ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ തുരുമ്പിൻ്റെയാണ് ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം കാണുന്ന ഭാഗങ്ങളൊന്നും തുരുമ്പൊക്കെ ഉള്ളത് ഇവിടെയൊക്കെ തുരുമ്പുണ്ട്. അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോയില്ലാന്നുണ്ടെങ്കിൽ തുരുമ്പ് കയറി ഡാമേജ് വന്നതിന് ശേഷം നല്ല രീതിയിൽ ഡാമേജ് ആയതിനു ശേഷമായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ പെടാം. ഇതേപോലെ കഴിക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്താൽ നന്നായിരിക്കും. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈ സൈഡ് വരുമ്പോഴത്തേക്കും ക്ലച്ചിൻ്റെ കേബിൾ ഇവിടെ ഔട്ടറൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ വൈസർ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം വന്ന വൈസർ യൂണിറ്റൊക്കെ കംപ്ലൈൻ്റ് ആണ്. ഈ സ്പീഡോമീറ്റർ മെക്കാനിസം ഈ യൂണിറ്റ് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വൈസർ മീറ്റർ അസംബ്ലി ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും സ്പീഡോമീറ്ററും കേബിളും അതിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന നടക്കുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്ലഗിൻ്റെ കേസ് പറഞ്ഞിരുന്നു. പ്ലഗ് നമുക്ക് കൂട്ടത്തിൽ മാറ്റി കളഞ്ഞേക്കാം. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസും ഈ പറഞ്ഞ രീതിയുടെ ഓയിൽ നമുക്കിപ്പോൾ ഒരു റീസ്റ്റാർട്ട് ആവുന്ന കണ്ടീഷനിലേക്ക് മീറ്ററൊക്കെ പുതിയ മീറ്ററുള്ള തന്നെ അപ്പോൾ സർവീസ് കറക്റ്റായിട്ട് ഫോളോ 3000 കിലോമീറ്ററാണ് അതിൻ്റെ ഒരു സർവീസ് പീരീഡ് വരാം. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനിപ്പോൾ പുതിയ മീറ്റർ വയ്ക്കുമ്പോൾ അതും ഒരു സഹായമാണ്. അതൊന്ന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. 10000 കിലോമീറ്റർ കൂടുമ്പോൾ എയർ ഫിൽറ്റർ പ്ലഗ് മാറുന്നസ് മറക്കാതിരിക്കുക. അതാണ് മെയിനായിട്ടുള്ളൊരു കേസ് കേട്ടോ. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പുതിയ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 2024 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ നിലവിൽ വണ്ടിയും ഇരിക്കുന്നത് കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ ഇതാണ് എന്നാൽ പോലും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടി ഞങ്ങൾക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതുകൂടി ഒന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12.89 വരെ കിട്ടുന്നുണ്ട്. മാക്സിമം നമുക്ക് അത്യാവശ്യം പവർഫുൾ ബാറ്ററി ആണ്. കാരണം 12 വോൾട്ടാണ് ബാറ്ററിയുടെ 4 ആമ്പിയറുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഓക്കെയാണ്. ബാറ്ററി ടെസ്റ്റ് മോഡിലേക്കും കൊടുക്കുന്നുണ്ട്. ഇത് ഓക്കെ ആയിട്ടേ കാണിക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പുത്തൻ ബാറ്ററിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് അടിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകളുടെ ഡീറ്റെയിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അതായത് ബാഗിലത്തെ കൗൾ സെറ്റ് വരുന്നത്, ചെയിൻ സ്പോക്കറ്റ്, വീലിൻ്റെ റബ്ബർ, എയർ ഫിൽറ്റർ, പ്ലഗ്, കാർബറേറ്റർ ക്ലീനിങ്, എഞ്ചിൻ ഓയിൽ, അതേപോലെ ആ എഞ്ചിൻ്റെ ഈ സൈഡിലത്തെ ലീക്കിൻ്റെ കേസ്, സ്പീഡോമീറ്റർ അസംബ്ലി, വൈസർ, മീറ്റർ കേബിള്, അതേപോലെ വീലിനകത്ത് തന്നെ ക്രൗണ് പിനിയനും ബ്രേക്കിൻ്റെ കേബിള്, അത്യാവശ്യം ഒരുവിധം മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് എസ്റ്റിമേറ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരമാവധി നമുക്ക് നാളെ എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ.